നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. ആചാരങ്ങൾ ലംഘിച്ച് ശബരിമല മേൽശാന്തിയുടെ മകൾ സന്നിധാനത്ത് ദർശനത്തിനെത്തിയത് വിവാദമാകുന്നു. MG സർവകലാശാല വൈസ് ചാൻസലറെ നീക്കം ചെയ്യാൻ തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാന ഗവർണർക്കെന്ന് സുപ്രീം കോടതി. പ്രത്യാശയുടെ സന്ദേശവുമായി നാടെങ്ങും ഈസ്റ്റർ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള റാന്നി രാമപുരം ചന്ത അവഗണനയിൽ. മധ്യ തിരുവിതാംകൂറിലെ അതിപുരാതനമായ ചന്തകളിൽ ഒന്നാണിത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആചാരങ്ങൾ ലംഘിച്ച് ശബരിമല മേൽശാന്തിയുടെ മകൾ സന്നിധാനത്ത് ദർശനത്തിനെത്തിയത് വിവാദമാകുന്നു. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമായ സ്ത്രീകൾ മല ചവിട്ടരുതെന്നുള്ള ആചാരം ലംഘിച്ചാണ് മേൽശാന്തിയുടെ മകൾ സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. സംഭവം വിവാദമായിട്ടും വിഷയത്തിൽ പ്രതികരിക്കുവാനോ നടപടി സ്വീകരിക്കുവാനോ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. എന്നാൽ ആചാരങ്ങൾ ലംഘിച്ച് ശബരിമല മേൽശാന്തിയുടെ മകൾ സന്നിധാനത്ത് ദർശനത്തിനെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവം ദേവസ്വം സെക്രട്ടറി KR ജ്യോതിലാൽ അന്വേഷിക്കണമെന്ന് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ശബരിമല മേൽശാന്തിയുടെ 12 വയസ്സുള്ള മകൾ സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. പെൺകുട്ടി ഉൾപ്പെടുന്ന സംഘം ബുധനാഴ്ച രാവിലെ മല കയറുമ്പോൾ തന്നെ പമ്പ ഗണപതി കോവിലിന് സമീപം പോലീസ് തടഞ്ഞിരുന്നു. എന്നാൽ മേൽശാന്തിയുടെ മകളാണെന്ന കാരണത്താൽ ഇവരെ മല കയറാൻ അനുവദിക്കുകയായിരുന്നു. സന്നിധാനത്ത് വെച്ച് അയ്യപ്പ സേവാ സംഘം പ്രവർത്തകർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കുട്ടിയെ മേൽശാന്തിയുടെ മുറിയിലേക്ക് മാറ്റി. തുടർന്ന് കുട്ടിയെ രാത്രി നടയടച്ചതിനു ശേഷം ട്രാക്ടറിൽ പമ്പയിൽ എത്തിക്കുകയായിരുന്നു. MG സർവകലാശാല VCയെ തലസ്ഥാനത്ത് നിന്നും നീക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഗവർണറാണെന്ന് സുപ്രീം കോടതി. വൈസ് ചാൻസലർ AV ജോർജിനെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നുള്ള പരാതിയിന്മേലാണ് സുപ്രീം കോടതിയുടെ പരാമർശമുണ്ടായത്. ബയോഡേറ്റയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാണ് MG ജോർജ് നിയമനം നേടിയതെന്നാണ് VCക്കെതിരെ കവിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TK സജീവ് നൽകിയ പരാതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. AV ജോർജിനെതിരെയുള്ള പരാതിയിൽ ഗവർണർ വീണ്ടും തെളിവെടുപ്പ് നടത്താനിരിക്കെയാണ് കോടതി പരാമർശമുണ്ടായിരിക്കുന്നത്. വ്യാജരേഖ ചമച്ച് നിയമനം നേടിയെന്ന ആക്ഷേപം നേരിടുന്ന MG സർവകലാശാല വൈസ് ചാൻസലർ AV ജോർജിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് കാണിച്ച് അന്നത്തെ ഗവർണറായിരുന്ന നിഖിൽ കുമാറിന് നിയമോപദേശം ലഭിച്ചിരുന്നു. SNDP യോഗം റാന്നി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സംഗമം പെരുന്നാട് ശബരിമല ഇടത്താവളത്തിലെ ശ്രീനാരായണ നഗറിൽ വെച്ച് മെയ് 1 തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. SNDP യോഗം റാന്നി യൂണിയൻ പ്രസിഡന്റ് K വസന്തകുമാർ അധ്യക്ഷത വഹിക്കും. യൂണിയൻ സെക്രട്ടറി PN സന്തോഷ് മുഖ്യ പ്രഭാഷണം നടത്തും. SNDP യോഗം പന്തളം യൂണിയൻ സെക്രട്ടറിയും യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് ചെയർമാനുമായ സിനിൽ മുണ്ടപ്പള്ളി പഠന ക്ലാസ് നയിക്കും. സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം എന്നതാണ് വിഷയം. യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് കൺവീനറും SNDP യോഗം കൌൺസിലറുമായ ഡോക്ടർ രതീഷ് കണ്ണമ്പറമ്പിൽ സംഘടനാ സന്ദേശം നൽകും. യോഗം ഭാരവാഹികൾ, വിവിധ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സാറിനും ലോട്ടറിയോ? കേരള ഭാഗ്യക്കുറി എടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്നത്. അതെ, ഇതുവഴി ഞാൻ അയാളുടെ അധ്വാനത്തെയാണ് ബഹുമാനിക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഉത്തരവാദിത്വത്തിന്റെ ഉറപ്പുചീട്ട്. വിശ്വസ്തം, സുതാര്യം, ജനകീയം. വാർത്തകൾ തുടരുന്നു. പ്രത്യാശയുടെ സന്ദേശവുമായി നാടെങ്ങും ഈസ്റ്റർ ആഘോഷിച്ചു. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടന്ന ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ഫാദർ തോമസ് എബ്രഹാം കടപ്പനങ്ങാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രത്യാശയുടെ സന്ദേശവുമായി നാടെങ്ങും ഈസ്റ്റർ ആഘോഷിച്ചു. യേശുദേവന്റെ മരണത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ചരിത്ര സംഭവം അത്യന്തം ഭക്തിയോടും ആഹ്ലാദ തുറപ്പോടെയുമാണ് ലോകം ആഘോഷിച്ചത്. ദേവാലയങ്ങളിൽ ദിവ്യബലിയും പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ തോമസ് എബ്രഹാം കടപ്പനങ്ങാട് നേതൃത്വം നൽകി. ോ
ദോഷം കൈ കൊണ്ടെന്നാ പരിതർക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ദാരിദ്ര്യത്തിൻ്റെയും അവശതയുടെയും അടിച്ചമർത്തലിൻ്റെയും ഇരകളായി കഷ്ടതയുടെ പടുകുഴിയിൽ ദർശിക്കുന്ന മാനവ സമൂഹത്തിന് പ്രത്യാശയുടെയും നവജീവിതത്തിൻ്റെയും ഉൾവിളിയായി മാറിയ ഈസ്റ്റർ സമാധാനവും പ്രത്യാശയുമാണ് ലോകത്തിന് വിളംബരം ചെയ്യുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ റാന്നി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലാകർമ്മ ക്യാമ്പ് നടത്തി. ഡോക്ടർ ഷാവുൽ ഹമീദിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് നടന്നത്. താലൂക്കിലെ മഹല്ല് ജമാഅത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളായിരുന്നു ക്യാമ്പിൽ പങ്കെടുത്തത്. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ റാന്നി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേലാകർമ്മ ക്യാമ്പ് നടത്തി. റാന്നി വൈക്കം ഹിദായത്തുങ്കൽ ഇസ്ലാം മദ്രസ ഹാളിലായിരുന്നു ക്യാമ്പ് നടന്നത്. താലൂക്കിലെ മഹല്ല് ജമാഅത്തുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് ചേലാ ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ക്യാമ്പിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഷാഹുൽ ഹമീദ് സിറ്റി ന്യൂസിനോട് വിശദീകരിച്ചു. ഇതിൽ തുഴ ആകെ ചെറുതായി കഴിഞ്ഞു. ഇത് മാക്സിമം 90% പിള്ളേർ ഈ മൂത്രവ്യാസം എല്ലാ പിള്ളേർക്കും മൂത്രവ്യാസം കണിശമായിട്ടുണ്ട്. പക്ഷേ അതിൽ മൂത്രം ശരിക്കും പോകാനുള്ള തുഴയില്ലാതെ വരുമ്പോൾ ഈ പകുതി മൂത്രം വഴി പകുതി മൂത്രം അതുപോലെ പുറകോട്ടുണ്ട്. അപ്പോൾ പുറകോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ മൂത്രം ശരിക്കും വെളിയിൽ പോയില്ലെങ്കിൽ പോകാനുള്ള വഴിയില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ പുറകോട്ട് അടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ കിഡ്നിക്ക് ഫാൾട്ടായ പുള്ളി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് പഴുപ്പുണ്ടായ ആകെ മൂത്രസഞ്ചാരം. അതുകൊണ്ട് ഈ മൂത്രതടസ്സം മാക്സിമം 90% എല്ലാവർക്കും ഉള്ളതുകൊണ്ട് മാക്സിമം എല്ലാ ആൾക്കാരും ഇത് പരിപാടി സുന്നത്ത് ചേലാക്കാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ സുന്നത്ത് ക്യാമ്പ് മാത്രമല്ലാതെ വേറെ പ്രൈവറ്റായിട്ട് മറ്റുള്ള വിഭാഗ ആൾക്കാരുടെ വീട്ടിലും സ്ഥാപനം ഞാൻ തന്നെ ഒരുപാട് എനിക്ക് വർഷം 12 മാസം എനിക്ക് സ്കൂൾ വെക്കേഷനിലാണ് സമുദായക്കാരെ വിളിച്ച് ക്യാമ്പൊക്കെ സംഘടിപ്പിച്ച് ചെയ്യാറുണ്ട്.
അല്ലാതെ തന്നെ എനിക്ക് എപ്പോഴും വരണം വന്നുകൊണ്ടിരിക്കും. ഞാൻ കൂടെ സംസാരിച്ച് പരിപാടി ചെയ്ത് ഞാൻ പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. നേരത്തെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ എച്ച് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. എസ് എം താഹ മൗലവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്ന് ഇതിനു വേണ്ടി ചിലവഴിക്കത്തിൽ ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഇത് തികച്ചും ഒരു സൗജന്യ ക്യാമ്പായിട്ട് തന്നെയാണ് നടത്തപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതലായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇതിനുവേണ്ടി സഹായിച്ച, ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഡോക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ സഹോദരങ്ങളെയും ഓർമ്മിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രസിഡന്റ്, സെക്രട്ടറി, വൈക്കം ജമാഅത്തിന്റെ ഇമാം, സെക്രട്ടറി എന്ന് മാത്രമല്ല ഇത് ക്യാമ്പിലേക്ക് പങ്കെടുത്ത എല്ലാ രക്ഷകർത്താക്കൾ, സഹോദരന്മാർ, കുട്ടികൾ എല്ലാവരെയും ഉണർത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമത്തിൽ ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമം ഉപയോഗിച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എം എച്ച് അബ്ദുൾ റഹീം മൗലവി, അൻസാരി മന്ദിരം എ സി ഷാജഹാൻ, മീഫ മീരാൻ, മുഹമ്മദ് ഷാഫി മൗലവി, നാസർ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. ഈ മേഖലയിൽ ഒക്കെ അറിയാം നമ്മളുടെ ന്യൂനപക്ഷ സമുദായം തന്നെ, എങ്കിലും ഉള്ളവർ ദീനിന്റെ വിഷയത്തിൽ ആത്മാർത്ഥതയോടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന ഈ അനുഗ്രഹത്തെ നാം എന്നും നിലനിർത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. താലൂക്കിൽ റാന്നി കൂടാതെ ചിറ്റാറിലും ചേലാക്കർമ്മ ക്യാമ്പ് നടന്നു. സിറ്റി ന്യൂസ് റാന്നി. കുമ്പളാംപൊയ്ക ബിലീവേഴ്സ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ 21 തീയതി മുതൽ 26 തീയതി വരെ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ VBS ക്ലാസ് നടത്തും. എനിക്ക് കഴിയും എന്നതാണ് ക്ലാസ്സിലെ ചിന്താ വിഷയം. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ഗതകാല സ്മൃതിയുടെ തിരുശേഷിപ്പായി മാറിയിരിക്കുകയാണ് റാന്നി രാമപുരം ചന്ത. മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് രാമപുരം ചന്ത. ഇന്നിപ്പോൾ തെരുവ് നായ്ക്കളുടെ താവളവും മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനുള്ള ഇടവുമായി മാറിയിരിക്കുകയാണ് ഇവിടം. ഒരു കാലത്ത് റാന്നിയുടെ വ്യാവസായിക കച്ചവട രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന റാന്നി രാമപുരം ചന്ത ഇന്ന് വിസ്മൃതിയുടെ കയത്തിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ചന്തയ്ക്ക്. ജലമാർഗവും കരമാർഗവുമുള്ള വ്യാപാരത്തിന് അക്കാലത്ത് രാമപുരത്തെ പോലെ സൗകര്യമുള്ള ചന്തകൾ അപൂർവമായിരുന്നു. പ്രധാനമായും മലഞ്ചരക്ക് വ്യാപാരമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. പമ്പയുടെ തൊട്ടുകരയ്ക്കും പുനലൂർ മൂവാറ്റുപുഴ റോഡിനോട് ചേർന്നാണ് ഈ ചന്ത പ്രവർത്തിച്ചിരുന്നതിനാൽ കരമാർഗമായും ജലമാർഗമായും ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനും ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റി അയക്കുന്നതിനും കഴിഞ്ഞിരുന്നു. മലഞ്ചരക്കുകൾ കൂടാതെ വിപുലമായ രീതിയിൽ പച്ചക്കറികൾ, കാർഷിക വിളകൾ, കൊപ്ര, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെയും പ്രധാന വിപണന കേന്ദ്രം കൂടിയായിരുന്നു രാമപുരം ചന്ത. ഒരു കാലത്ത് രാമപുരം വെറ്റിലയ്ക്ക് വളരെയേറെ ആവശ്യക്കാരുണ്ടായിരുന്നു. കിഴക്കൻ ദിക്കുകളിൽ നിന്നും പടിഞ്ഞാറൻ ദിക്കുകളിൽ നിന്നും ഇവിടെ വന്നാണ് വെറ്റിലയും അടയ്ക്കയും മറ്റും ആൾക്കാർ വാങ്ങിയിരുന്നത്. കാലക്രമേണ ചന്തയുടെ പ്രൗഢിക്കും കോട്ടം തട്ടി തുടങ്ങി. കച്ചവട രീതികൾക്ക് ആധുനികതയുടെ നിറം വന്നതോടെ ഇവിടെ വ്യാപാരം കുറഞ്ഞു വന്നു. വിലപേശി സാധനങ്ങൾ ക്രയവിക്രയം നടത്തുന്ന രീതി പോലും അപ്രത്യക്ഷമായി തുടങ്ങി. പമ്പാ നദിയിലെ നിറഞ്ഞ സാന്നിധ്യങ്ങളായിരുന്നു വലിയ കെട്ടുവള്ളങ്ങൾ. അവ പതുക്കെ പതുക്കെ കരയിലേക്ക് ഉൾവലിഞ്ഞു. കരമാർഗം സാധനങ്ങൾ കടത്തുവാൻ വാഹന സൗകര്യങ്ങൾ ഇരട്ടിച്ചു. കൂടാതെ കൃഷിയിൽ നിന്നും ജനം പിന്തിരിഞ്ഞതും ഈ ചന്തയുടെ പതനങ്ങൾക്ക് കാരണമായി. ചന്തയുടെ പുനരുദ്ധാരണത്തിനായി റാന്നി ഗ്രാമപഞ്ചായത്ത് 12ഓളം സ്റ്റോളുകൾ ഇവിടെ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. എന്നിട്ടും ചന്തയിൽ ജനങ്ങൾ എത്താനോ കച്ചവടക്കാർ എത്താനോ മടിച്ചു. പിന്നെ പതുക്കെ പതുക്കെ പഞ്ചായത്തും ആ ഉദ്യമം ഉപേക്ഷിച്ചു. ഇപ്പോൾ തീർത്തും അനാഥമായി കിടക്കുകയാണ് ഈ ചന്ത. സന്ധ്യമയങ്ങിയാൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ് ഇവിടം. ഈ ഭാഗത്ത് വഴിവിളക്കുകളുടെ പ്രകാശം കടന്നു ചെല്ലാത്തത് ഇത്തരക്കാർക്ക് ഏറെ സൗകര്യവുമാണ്. കൂടാതെ സമീപപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ കൊണ്ടു തള്ളുന്നതും ഇവിടേക്കാണ്. തെരുവ് നായ്ക്കളുടെ ശല്യമാണ് മറ്റൊന്ന്.
തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് നടന്നു വരുന്നവർക്കാണ് തെരുവ് നായ്ക്കളുടെ ഉപദ്രവം അധികവും നേരിടേണ്ടി വരുന്നത്. ഇനിയും അധികാരികൾ മനസ്സുവെച്ചാൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ ചന്തയ്ക്ക് പുനർജീവൻ വെച്ചേക്കും. സിറ്റി ന്യൂസ്, റാന്നി. ഈസ്റ്റർ വിപണിയിൽ ഇക്കുറി തീവിലയായിരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, മത്സ്യം, മാംസം എന്നിവയ്ക്ക് പല സ്ഥലങ്ങളിലും തോന്നിയ പോലെയായിരുന്നു വില ഈടാക്കിയത്. പൊതുവിപണിയിൽ ഇടപെടേണ്ടുന്ന കൺസ്യൂമർ ഫെഡ് ആകട്ടെ ഇക്കുറി വിപണിയിൽ ഇടപെട്ടതേയില്ല. ഈസ്റ്റർ വിപണിയിൽ നിയന്ത്രണമില്ലാതെ വില കുതിച്ചുയർന്നത് ഉപഭോക്താക്കളെ ചില്ലറയൊന്നുമല്ല വലച്ചത്. ഞായറാഴ്ച വിപണികൾ എല്ലാം തന്നെ സജീവമായിരുന്നുവെങ്കിലും സാധനങ്ങൾക്കൊക്കെ തീപിടിച്ച വിലയായിരുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടികളും കൈക്കൊള്ളാഞ്ഞത് കച്ചവടക്കാർ ശരിക്കും മുതലാക്കി. വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് മുൻകൊല്ലങ്ങളിൽ സർക്കാരിന്റെ ഇടപെടലുകൾ വിപണിയിൽ ഉണ്ടാകുമായിരുന്നു. അന്നൊക്കെ വിലക്കയറ്റം ഒരു പരിധിവരെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞിരുന്നു. മത്സ്യമാംസം, പച്ചക്കറി വിപണിയിലായിരുന്നു തിരക്ക്. പൊള്ളുന്ന വിലയാണ് മത്സ്യത്തിനും മാംസത്തിനും വ്യാപാരികൾ ഈടാക്കിയത്. ചിലയിടങ്ങളിൽ തോന്നിയ പോലെയാണ് വില ഈടാക്കിയതും. 106 രൂപ ഉണ്ടായിരുന്ന കോഴിയുടെ വില ഈസ്റ്റർ പ്രമാണിച്ച് 130 രൂപ വരെ ഉയർന്നു. ചിലയിടങ്ങളിൽ 130 മുകളിലും പോയി. പോത്തിറച്ചിക്ക് 220 മുതൽ 250 രൂപ വരെയായിരുന്നു. തോന്നിയ പോലെ വില ഈടാക്കിയ മത്സ്യമാംസ വിപണിയിൽ മാംസത്തിന്റെ ഗുണനിലവാരം പോലും പരിശോധിച്ചില്ലെന്ന ആക്ഷേപമുണ്ട്. മത്സ്യവിപണിയിൽ വില തോന്നിയ പോലെയായിരുന്നു. ആളും തരവും നോക്കിയാണ് വില ഇവിടെ ഈടാക്കിയത്. വറ്റ, മോത, നെയ്മീൻ തുടങ്ങിയവയ്ക്ക് 1 കിലോയ്ക്ക് ഏതാണ്ട് 500 രൂപ വരെ നൽകേണ്ടി വന്നു. മത്തി, അയല തുടങ്ങിയ ചെറിയ മീനുകളുടെ വിലയും തോന്നിയ പോലെയാണ് കച്ചവടക്കാർ ഉപഭോക്താക്കളിൽ നിന്നും വാങ്ങിയത്. പച്ചക്കറി വിപണിയിലും വില ഉയർന്നു തന്നെ നിൽക്കുകയായിരുന്നു. മുൻപൊക്കെ കൺസ്യൂമർ ഫെഡിന്റെ ന്യായവില ഷോപ്പുകൾ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിച്ചിരുന്നു. അതുമൂലം വില നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ ഇക്കൊല്ലമാകട്ടെ കൺസ്യൂമർ ഫെഡ് പൊതുവിപണിയിൽ ഇടപെട്ടേയില്ല. സിറ്റി ന്യൂസ്, റാന്നി. തുടർച്ചയായ 2ാം വർഷവും റാന്നി സെന്റ് തോമസ് ഹൈസ്കൂളിൽ SSLC പരീക്ഷയ്ക്ക് 100% വിജയം കരസ്ഥമാക്കി. കണ്ണങ്കര പുന്നച്ചൻ വിദ്യാഭ്യാസ നിധിയിൽ നിന്നും 2014 SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിക്ക് സ്വർണ്ണ മെഡൽ സമ്മാനിക്കും. സ്കൂളിന് ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ആരംഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുവാനും റവറന്റ് റോയി മാത്യു കോർ എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ കൂടിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടു. സ്കൂൾ മാനേജർ A. ഉണ്ണിട്ടൻ, പ്രൊഫസർ KP കുര്യാക്കോസ്, തോമസ് കണ്ണങ്കര, ഹെഡ്മാസ്റ്റർ VO സാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുത്തിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. തടിയൂർ കാവുമുക്ക് ശ്രീ പാലോലിക്കാവ് ദേവീ ക്ഷേത്രത്തിലെ തിരുവുത്സവം മെയ് 11 മുതൽ 15 വരെ വിവിധ കലാപരിപാടികളോടെ നടക്കും. നവകം, നൂറുംപാലും, ജീവിതം, എഴുന്നള്ളിപ്പ്, അൻപലി, നെൽപ്പറ വഴിപാട്, എഴുന്നള്ളത്ത്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. മധ്യ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന മുടിയേറ്റ് അഥവാ മുടിയെടുപ്പ് എന്ന അനുഷ്ഠാന കല കളമെഴുത്തും പാട്ടോടെ ആദ്യമായി ക്ഷേത്ര സന്നിധിയിൽ നടക്കും. റാന്നി പൂഴിക്കുന്ന് ബഥാന്യ ഗോസ്പൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ പൂഴിക്കുന്ന് MDLP സ്കൂളിൽ വെച്ച് ഹൃദ്രോഗ നിർണയ ക്യാമ്പ് നടത്തും. ഏപ്രിൽ 26-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. ഹൃദ്രോഗമുള്ളവരും ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളവരും ഹൃദ്രോഗ ലക്ഷണങ്ങൾ ഉള്ളവരുമായ മുതിർന്ന 60 പേർക്ക് ക്യാമ്പിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഫെറ്റൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സജി ഫിലിപ്പിന്റെ സേവനം ലഭ്യമാണ്. തുടർ ചികിത്സ ആവശ്യമായി വരുന്ന പക്ഷം പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ആചാരങ്ങൾ ലംഘിച്ച് ശബരിമല മേൽശാന്തിയുടെ മകൾ സന്നിധാനത്ത് ദർശനത്തിനെത്തിയത് വിവാദമാകുന്നു. MG സർവകലാശാല വൈസ് ചാൻസലറെ നീക്കം ചെയ്യാൻ തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാന ഗവർണർക്കെന്ന് സുപ്രീം കോടതി. പ്രത്യാശയുടെ സന്ദേശവുമായി നാടെങ്ങും ഈസ്റ്റർ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള റാന്നി രാമപുരം ചന്ത അവഗണനയിൽ. മധ്യ തിരുവിതാംകൂറിലെ അതിപുരാതനമായ ചന്തകളിൽ ഒന്നാണിത്.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.